കാലിന് പരിക്കുപറ്റി അവശനിലയിലായ തെരുവുനായിയെ ശസ്ത്രക്രിയയ്ക്കു തുറന്നുവിട്ടു. ഇടുക്കി തൊടുപുഴയിലെ ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പരിചരണത്തിനു ശേഷം നായയെ നെടുങ്കണ്ടത്ത് തിരിച്ചെത്തിച്ചത്. കാലിന്റെ തൊലി മുഴുവൻ നഷ്ടപ്പെട്ട് അസ്ഥി വിളയിൽ വന്ന അവശനിലയിലായിരുന്നു നായ. ഈ കാഴ്ച കണ്ടാണ് തൊടുപുഴയിലെ ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ നായയെ ചികിത്സിക്കാനായി ഏറ്റെടുത്തത്. ഒരു മാസത്തെ പരിചരണത്തിനു ശേഷം നായയെ നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ തുറന്നുവിട്ടു. തൊടുപുഴ മണക്കാടുള്ള വെറ്റിനറി ആശുപത്രിയിലായിരുന്നു 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയ. നായയുടെ കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റി. റെസ്ക്യൂ ടീമിന്റെ വാടക വീട്ടിലായിരുന്നു നായയുടെ പരിചരണം. പൂർണ്ണമായും സുഖം പ്രാപിച്ച ശേഷമാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നായയെ തുറന്നുവിട്ടത്. റെസ്ക്യൂ ടീം അംഗങ്ങളായ MA കീർത്തിദാസ്, മഞ്ജു എന്നിവരാണ് നായയുടെ പരിചരണം ഭംഗിയായി നിർവഹിച്ചത്. ശസ്ത്രക്രിയയ്ക്കും തുടർ പരിചരണത്തിനുമായി 16,000-ഓളം രൂപ ചെലവായെന്നാണ് കണക്ക്. ഈ പണം നെടുങ്കണ്ടം പഞ്ചായത്ത് നൽകും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.